എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അർത്ഥവ്യത്യാസം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമുക്കറിയാം, കേരള PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നമ്മുടെ റാങ്കുകൾ നിർണ്ണയിക്കുന്നതിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു മേഖല ടോപ്പിക്കാണ് ഈ പറയുന്ന അർത്ഥവ്യത്യാസം എന്നുള്ളത്. ഉച്ചാരണത്തിൽ വളരെ സാദൃശ്യം പുലർത്തുന്നവ എന്നിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിലേതാണ് കൃത്യമായിട്ടുള്ള വാക്കെന്ന് തിരിച്ചറിയാൻ നമുക്ക് പോലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലും തെറ്റിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ സാദൃശ്യമുള്ള പദങ്ങളായിരിക്കും. വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ അവയുടെ അർത്ഥം വളരെ വ്യത്യാസമായിരിക്കും. ഒന്നാമത്തെ വാക്ക് പക്ഷവാതമാണ്. അതൊരു തരം രോഗമാണ്. സ്ലൈഡിൽ കാണുന്ന രേഖപ്പെടുത്തിയിട്ടുള്ള പദങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക. വളരെ ചെറിയ മാറ്റങ്ങളെ പദങ്ങൾ തമ്മിലുള്ളൂ, അത് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഒന്നാമത്തെ വാക്ക് പക്ഷവാതമാണ്. അത് ഒരു തരം രോഗമാണ്. അവസാനം തകാരമാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ വാക്ക് പക്ഷവാതം. ഇവിടെ തകാരമല്ല, ദകാരമാണ് വന്നിട്ടുള്ളത്. താ മാറി അവസാനം ദാ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ മാറിയിട്ടുണ്ട്. പക്ഷവാതം എന്ന് പറഞ്ഞാൽ ഒരു വശം ചേർന്ന് വാദിക്കൽ എന്നാണ് അർത്ഥം. മറ്റൊരു വാക്ക് നോക്കൂ, പക്ഷപാതമാണ്. വകാരം പോയി പകാരം വന്നിട്ടുണ്ട്. അർത്ഥം വളരെ മാറി. ഒരു വശം ചേരൽ അല്ലെങ്കിൽ സ്നേഹാധിക്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പറയുന്ന പക്ഷപാതം എന്നുള്ളത്. ഇതുപോലെ വളരെ സാദൃശ്യമുള്ള രണ്ട് പദങ്ങളാണ് ശശിധരനും ശശധരനും. ശശിധരൻ ശിവൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. ശശധരൻ എന്ന് പറയുമ്പോൾ അത് ചന്ദ്രനായി. മറ്റൊന്ന് ശ്രവ്യം എന്നുള്ളതാണ്. ശ്രവ്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേൾക്കാവുന്നത് എന്നർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. ശ്രാവ്യം എന്ന് പ്രയോഗിക്കുമ്പോൾ അത് കേൾക്കേണ്ടത് എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ശ്രാ എന്ന് പറയുന്നതും മറ്റേത് ശ്രവ്യമായിരുന്നു, ഇവിടെ ശ്രാവ്യമായി. കേൾക്കാവുന്നത് കേൾക്കേണ്ടത് എന്നർത്ഥത്തിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് നിദാനമാണ്. നിദാനം എന്ന് പറയുന്നത് ദകാരം എന്ന് ആദ്യത്തേത് ദകാരമാണ്. അത് തന്നെ അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് കാരണമാണ്. രണ്ടാമത്തെ നിദാനത്തിൽ ന തിരിച്ചിട്ടിട്ടുള്ള ധനത്തിലൊക്കെ ധായാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വത്ത് എന്നുള്ള. മറ്റൊരു ഇതുപോലെ തന്നെ മാറിപ്പോകുന്ന രണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് ഗ്രഹം എന്നുള്ളതാണ്. ഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമി മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആകാശഗോളങ്ങൾ എന്നർത്ഥത്തിൽ നമ്മൾ ഗ്രഹം എന്ന് ഉപയോഗിക്കാറുണ്ട്. ഗ്രാഹം എന്ന് പറഞ്ഞാൽ അത് മുതലയായി മാറി. മറ്റൊന്ന്, നമ്മൾ പൊതുവെ വീട്, നമ്മൾ ഈ ഗൃഹവും പറയുമ്പോൾ പലപ്പോഴും ഉച്ചാരണത്തിൽ ഒന്നായി പോകുന്നൊരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ ഗൃഹം വീട്, ഗ്രഹം ആകാശഗോളം. മറ്റൊരു വാക്കെന്ന് പറയുന്നത് മധുര ആണ്. മധുര എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയാണ്, നമുക്കറിയാം. മറ്റൊരു മധുര എന്ന് പറയുന്നത് ദകാരം മാറിയിട്ടുണ്ട്. ദകാരം ന തിരിച്ചിട്ടിട്ടുള്ള അല്ലെങ്കിൽ ധനത്തിലൊക്കെ ധായാണ് മറ്റു മധുരയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറുള്ളത്, ഒരു ദക്ഷിണേന്ത്യൻ പട്ടണമാണ്. എന്നാൽ മധുര എന്ന് പറയുന്നത് അതാ ശ്രദ്ധിക്കുക. മറ്റൊന്ന് ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിക്ക് ഉപയോഗിക്കുന്നതാണ്. രണ്ടും ഒരു സ്ഥലത്ത് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒന്ന് ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയാണ്, മറ്റൊന്ന് ഒരു ദക്ഷിണേന്ത്യൻ പട്ടണമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മനം എന്നുള്ള വാക്ക് നമുക്കറിയാം, മനസ്സ് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. മറ്റൊന്ന് മാനം എന്നുള്ളതാണ്. ഓക്കെ, മാനം ആകുമ്പോൾ അത് ആകാശമായി അല്ലെങ്കിൽ അഭിമാനമായി. ഓക്കെ, മാനം ആകാശത്തേക്ക് നോക്കി പറയാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എൻ്റെ മാനം പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അഭിമാനം പോയി എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, മനം മാനം. മറ്റൊരു വാക്കെന്ന് പറയുന്നത് ദേഹമാണ്. ദേഹം എന്നുള്ളത് നോർമലി ശരീരം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവാണ്.
ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം. മറ്റൊരു വാക്ക് മുകുരം എന്നുള്ളതാണ്. മുകുരം എന്ന് നമ്മൾ കണ്ണാടി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ രകാരം മാറി ലകാരമായി മാറുമ്പോൾ മുകുളം ആയി മാറുമ്പോൾ അതിൻ്റെ അർത്ഥം മുട്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. മറ്റൊന്ന് കുന്തമാണ്. കുന്തം എന്ന് പറയുന്നത് നമ്മൾ കുന്തം മുല്ലേ പ്രയോഗിക്കാറുണ്ട്. ന്തം എന്ന് പറയുന്നതിൽ 2 ന്താകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നായും ദായും ചേർന്നത്, ഒന്ന് നായും തായും ചേർന്ന ന്തകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, കുന്തം എന്ന് പറഞ്ഞാൽ മുല്ല, കുന്തം എന്ന് പറഞ്ഞാൽ ഒരു ആയുധം. ഓക്കെ, വളരെ സാദൃശ്യമുണ്ട് ഉച്ചാരണത്തിൽ, പക്ഷെ നേരിയ വ്യത്യാസമുണ്ട്, അർത്ഥത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മറ്റൊരു വാക്കെന്ന് പറയുന്നത് രുധിരമാണ്. രുധിരം എന്നുള്ളത് രക്തം എന്നർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. രുധിരം എന്നുള്ളത് രുചിരം ആകുമ്പോൾ അതിൻ്റെ അർത്ഥം മനോഹരം എന്നുള്ളതായിട്ട് മാറും. മറ്റൊന്ന് വാവി എന്നുള്ളതാണ്. വാവി എന്നുള്ളത് കുളം എന്നർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. എന്നാൽ പാപി എന്നാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പാപം ചെയ്തയാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാപി എന്ന് പ്രയോഗിക്കാറുള്ളത്. മറ്റൊരു വാക്ക് അർത്ഥമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ പൊരുൾ എന്നർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അർത്ഥം ആക്കി മാറ്റിയാൽ പകുതി എന്നായി മാറി. അർത്ഥം ആക്കി മാറ്റിയാൽ പകുതി എന്നായി മാറി. പിന്നെ അങ്കുലി എന്ന് പറഞ്ഞാൽ വിരൽ എന്നാണ് അർത്ഥം. അങ്കുലീയം എന്ന് പറഞ്ഞാൽ മോതിരമാണ് അർത്ഥം. അങ്കുലി എന്ന് പറഞ്ഞാൽ വിരൽ, അങ്കുലീയം എന്ന് പറഞ്ഞാൽ മോതിരം. മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് അമാത്യനാണ്. അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രി എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അമാത്യൻ എന്നുള്ളത് അമർത്യനായി കഴിഞ്ഞാൽ അത് ദേവനായി മാറി. മന്ത്രി ദേവനായി മാറി. മറ്റൊരു കൂട്ടം വാക്കെന്ന് പറയുന്നത് അശനം ആണ്. അശനം എന്നുള്ളത് നമ്മൾ ഭക്ഷണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് അശനി ആയിക്കഴിഞ്ഞാൽ ഇടുത്തി എന്നർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. മറ്റൊന്ന് അകം എന്ന് പറഞ്ഞാൽ ഉൾവശം എന്നർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നു. എന്നാൽ അഹം ആയി കകാരം മാറി അവസാനം അഹം എന്ന അർത്ഥത്തിലേക്ക് മാറുമ്പോൾ അത് ഞാൻ എന്ന ഭാവം എന്നർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. ഇനിയൊന്ന് അബ്ദം എന്നുള്ളതാണ്. അബ്ദം എന്നുള്ളത് നമ്മൾ ആണ്ട് എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അബ്ദി എന്നാകുമ്പോൾ അത് സമുദ്രമായി അർത്ഥം മാറിയിട്ടുണ്ട്. ദകാരവും മാറിയിട്ടുണ്ട്. ഒന്ന് ധകാരം, മറ്റൊന്ന് രണ്ടാമത്തത് അബ്ദിയിലുള്ള ദ എന്ന് പറയുന്നത് നാ തിരിച്ചിട്ടിട്ടുള്ള അല്ലെങ്കിൽ ദയനത്തിലുള്ള ദ മാറരുത്. ഇനി മറ്റ് ഒരു കൂട്ടം വാക്കുകൾ എന്ന് പറയുന്നത് ആഗരമാണ്. ആഗരം എന്നുള്ളത് ഇരിപ്പിടം അല്ലെങ്കിൽ വിളനിലം എന്നർത്ഥത്തിലൊക്കെ പ്രയോഗിക്കുന്ന വാക്കാണ്. എന്നാൽ അകാരം എന്നാകുമ്പോൾ അത് രൂപം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ആകൃതി എന്നർത്ഥത്തിലേക്ക് മാറുന്നുണ്ട്. ആ കകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ആ കകാരം എന്നുള്ളത് ഗംഗ എന്നൊക്കെ എഴുതുന്ന ഘ ആയിട്ട് മാറിയപ്പോൾ, ഗകാരമായി മാറിയപ്പോൾ ആ അകാരം എന്നുള്ളത് രൂപം, ആകൃതി, അകാരം എന്നുള്ളത് വീട് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് കബോധമാണ്. കബോധം എന്നർത്ഥത്തിൽ നമ്മൾ പൊതുവെ മാടപ്രാവുകൾക്കാണ് നമ്മൾ കബോധം എന്ന് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ കപാലമാകുമ്പോൾ തലയോട് എന്നാണ് അതിൻ്റെ അർത്ഥം. കപോലം ആകുമ്പോൾ കവിൾത്തടം എന്നാണ് അർത്ഥം. കബോധം മാടപ്രാവ്, കപാലം തലയോട്, കപോലം കവിൾത്തടം. മറ്റൊന്ന് കന്ധരമാണ്. കന്ധരം എന്നുള്ളത് ഗുഹ എന്നർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്തായി. നായും തായും കൂടി ചേർന്നിട്ടുള്ള ന്ത എന്നുള്ളതും നായും കൂടി ചേരുന്ന ധാകളുടെ വ്യത്യാസമുണ്ട്. ദകാരങ്ങളുടെ വ്യത്യാസം ശ്രദ്ധിക്കുക. കന്ധരം എന്ന് പറഞ്ഞാൽ ഗുഹയാണ്. കന്ധരം എന്ന് പറഞ്ഞാൽ ഉച്ചാരണത്തിൽ നേരിയ വ്യത്യാസമാണ്, പക്ഷെ
ആ വ്യത്യാസം ഇല്ലാതെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഒരേ വാക്കാണെന്ന് അനുഭവപ്പെടാം. എന്നാൽ നമ്മൾ വളരെ സാദൃശ്യമുള്ള പദങ്ങളാണെങ്കിൽ കൂടി അത് അർത്ഥത്തിൽ വളരെയേറെ വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ കന്ധരം ഗുഹ, കന്ധരം കഴുത്ത് എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ലോപം എന്നുള്ളത് കുറവ് എന്നർത്ഥത്തിൽ, ലോപിക്കുക എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ. ആ അർത്ഥത്തിൽ കുറവ് അല്ലെങ്കിൽ ഇതിൽ കുറവ് സംഭവിക്കുക എന്നർത്ഥത്തിൽ ലോപം എന്ന് പറഞ്ഞാൽ കുറവ് എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. എന്നാൽ പകാരം മാറി ഭകാരം വന്നു, ഭരണിയിലെ ഭായാണ്. ശ്രദ്ധിക്കുക, ലോഭം എന്നുള്ളത് പിശുക്ക് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് വല്ലവനാണ്. ഓക്കെ, നീ ഒരു സകലകലാവല്ലഭനാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. അത് വല്ലഭൻ ആണ്. ഇത് വല്ലവൻ ആണ്, വകാരമാണ്. വല്ലവൻ എന്ന് പറഞ്ഞാൽ ഇടയൻ എന്നാണ് അർത്ഥം. നേരത്തെ സൂചിപ്പിച്ച പോലെ വല്ലഭൻ എന്നുള്ളത് ഭർത്താവ് എന്നർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. വല്ലവൻ ഇടയൻ, വല്ലഭൻ ഭർത്താവ്. കഥനം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. അതിലും ദകാരം മാറുന്നുണ്ട്. കഥയിലെ ധ ഉപയോഗിക്കപ്പെടുമ്പോൾ ആ കഥനം എന്ന് പറയുന്നത് പറച്ചിൽ, കഥ പറയുക എന്നർത്ഥത്തിലേക്ക് മാറുന്നു. മറ്റേത് ഇതൊരു കഥയാണ് എന്ന് പറയുമ്പോൾ ഒരു വളരെ ദുഃഖമുള്ളൊരു കഥയാണ് എന്ന് പറയില്ലേ. അർത്ഥത്തിൽ കഥനം എന്ന് പറഞ്ഞാൽ ദുഃഖം, കഥനം എന്ന് പറഞ്ഞാൽ പറച്ചിൽ എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. പഥം എന്ന് പറഞ്ഞാൽ രഥം എന്നൊക്കെ പറയുന്ന ധായാണ്. ശ്രദ്ധിക്കുക, പഥം എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലടി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഭാഷണം എന്ന് പറഞ്ഞാൽ സംസാരമാണ്. ഭൂഷണം എന്ന് പറഞ്ഞാൽ ആഭരണമാണ്. ഭാഷണം സംസാരം, ഭൂഷണം ആഭരണം. നിരൂഢം എന്ന് പറഞ്ഞാൽ സ്വായത്തമായിട്ടുള്ളത് എന്നർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നിരൂഢം എന്നുള്ളത് നിഗൂഢമാകുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ രഹസ്യമായിട്ടുള്ളത് എന്നർത്ഥത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ നീടം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടമാണ്. നീഡജം എന്ന് പറഞ്ഞാൽ അത് പക്ഷിയായി മാറി. ഓക്കെ, നീടം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്, നീഡജം എന്ന് പറഞ്ഞാൽ അത് പക്ഷി എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. മറ്റു വാക്ക് എന്ന് പറയുന്നത് ഗർഹ്യമാണ്. ഗർഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനോടെങ്കിലും വെറുപ്പ് തോന്നുന്നതിനെ, വെറുപ്പുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഗർഹ്യം എന്നർത്ഥത്തിൽ പ്രയോഗിക്കാറുള്ളത്. ഗർഹ്യം എന്നുള്ളത് ഗാർഹ്യമാകുമ്പോൾ ഗൃഹസംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഗാർഹ്യം എന്ന് പറയുന്നത്. ശിഖ എന്നുള്ളത് അഗ്രം, മുകൾ ഭാഗം എന്നർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ ഷിഖി ആകുമ്പോൾ വികാരമായി മാറുമ്പോൾ മയിൽ, അഗ്നി എന്നർത്ഥത്തിലേക്ക് മാറുന്നുണ്ട്. എന്നാൽ അത് ശാഖി ആകുമ്പോൾ വൃക്ഷം എന്നർത്ഥത്തിലേക്ക് മാറുന്നു. മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് ഹേമമാണ്. ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം അല്ലെങ്കിൽ നിർബന്ധം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ള വാക്കാണ്. ഹിമം ആയി മാറുമ്പോൾ അത് മഞ്ഞാണ്. മഴയായി വരൂ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ, ആ രീതിയിൽ ഹിമം എന്ന് പറഞ്ഞാൽ കണക്റ്റ് ആവാൻ വേണ്ടി പറഞ്ഞതാണ്. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം, നിർബന്ധം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. സ്വാന്തം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. സാന്ത്വം എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. സ്വാന്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, സാന്ത്വം എന്ന് പറഞ്ഞാൽ നല്ല വാക്ക്. വ്യത്യാസം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശ്രേണി എന്ന് പറഞ്ഞാൽ നിര എന്നർത്ഥത്തിലും ശ്രോണി എന്ന് പറഞ്ഞാൽ വഴി, അരക്കെട്ട് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, ശ്രേണിയാണൊന്ന്, മറ്റൊന്ന് ശ്രോണിയാണ്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നർത്ഥത്തിൽ ആണ് യഥാർത്ഥ അർത്ഥം നമ്മൾ പറയാറുള്ളത്. തകാരം, മതം എന്നുള്ളത് തകാരമാണ്. എന്നാൽ മതം എന്ന് പറയുന്നത് ദകാരമായി മാറുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അഹങ്കാരം എന്നർത്ഥത്തിലേക്ക് മാറുന്നു. മറ്റൊരു വാക്കെന്ന് പറയുന്നത് മന്ദരയാണ്. മന്ദര നമുക്കറിയാം, പുരാണ കഥാപാത്രമാണ്. ഇത് കൈകേയിയുടെ ദാസിയാണ് മന്ദര എന്ന് പറയുന്നത്. ഓക്കെ, അന്ധ എന്നുള്ളത് ശ്രദ്ധിക്കുക. അന്ധ എന്ന് മാറിയിട്ട് മന്ദരയായി മാറുമ്പോൾ വിശ്വകർമാവിൻ്റെ ഭാര്യയായിട്ട് മാറി. രണ്ടും പുരാണ കഥാപാത്രങ്ങളാണ്. പക്ഷേ ഒന്ന് ന്ധ എന്നുള്ളതും ന്ധ എന്നുള്ളതും ഉച്ചാരണത്തിൽ നേരിയ വ്യത്യാസം, അക്ഷരത്തിൽ വളരെ വ്യത്യാസം,
അർത്ഥത്തിലും വളരെയധികം വ്യത്യാസമുള്ള രണ്ട് വാക്കുകളാണവ. മറ്റൊന്ന് മർക്കടം എന്നുള്ള വാക്കാണ്. മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങ് എന്നാണ് അർത്ഥം. മർക്കടകം എന്ന് പറഞ്ഞാൽ ചിലന്തി എന്നാണ് അർത്ഥം. ജീവികൾ വളരെയേറെ മാറിപ്പോയിട്ടുണ്ട്. അമ്പ് എന്ന് പറഞ്ഞാൽ അസ്ത്രമെന്നും അൻപ് എന്ന് പറഞ്ഞാൽ ദയ എന്നും ആയിട്ട് മാറുന്നു. അമ്പ് എന്ന് പറഞ്ഞാൽ അസ്ത്രം, അൻപ് എന്ന് പറഞ്ഞാൽ ദയ. മറ്റൊന്ന് ദണ്ഡം ആണ്. ദണ്ഡം എന്ന് പറഞ്ഞാൽ വടി എന്നർത്ഥത്തിലും ദന്തം എന്ന് പറഞ്ഞാൽ പല്ല് എന്നർത്ഥത്തിലും. ണ്ഡമാണ്, മറ്റേത് ന്ധമാണ്. ഓക്കെ, വടി, പല്ല് എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന രണ്ട് വാക്കുകൾ. അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നുള്ള അർത്ഥത്തിലാണ്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്. എന്നാൽ അത് ആന്തരമായി മാറുമ്പോൾ അകത്തുള്ളത് ഇടവേള എന്നുള്ള അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കാറുണ്ട്. അത് അനന്തരമാകുമ്പോൾ പിന്നീട് എന്നർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. ഇനി ഗൃഹണി എന്ന് പറഞ്ഞാൽ കാടി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഗൃഹിണി ആകുമ്പോൾ, മറ്റേത് ഗ്രഹണി, ഇത് ഗൃഹിണി ആകുമ്പോൾ വീട്ടമ്മ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, മറ്റൊന്ന് ഗ്രഹണി. ഗൃ എന്നുള്ളത് ഗ്ര ആയിട്ടുണ്ട്. ഇവിടെ ഗ്രഹണി എന്ന് പറഞ്ഞാൽ ഒരു തരം രോഗമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, അത് വളരെയധികം മാറിപ്പോകാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ് ഈ ഗൃഹണി എന്ന് പറഞ്ഞാൽ കാടി, ഗൃഹിണി എന്ന് പറഞ്ഞാൽ വീട്ടമ്മ, ഗ്രഹണി എന്ന് പറഞ്ഞാൽ ഒരു തരം രോഗം. മറ്റൊരു വാക്കെന്ന് പറയുന്നത് പാർത്ഥൻ ആണ്. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനനാണ്. പാർത്ഥിവൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. പാർത്ഥിവൻ എന്ന് പറഞ്ഞാൽ രാജാവ്, പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനൻ. കയം എന്ന് പറഞ്ഞാൽ ആഴമുള്ള ജലഭാഗത്തിനെയാണ് നമ്മൾ കയം എന്ന് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അത് കായമായി മാറുമ്പോൾ ശരീരം എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി വല്ലി. വല്ലി എന്ന് ഉപയോഗിക്കുന്നത് വള്ളി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഷീല ടോമിയുടെ വളരെ വലിയ ഒരു അറിയപ്പെട്ട ഒരു നോവൽ കൂടിയാണ് വല്ലി. അതിവിടെ പറഞ്ഞതേ ഉള്ളൂ. വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി എന്നാണ് അർത്ഥം. എന്നാൽ വല്ലകി എന്നാകുമ്പോൾ അത് വീണ എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുന്നു. വല്ലവി ആകുമ്പോൾ കകാരം മാറി വകാരമായി മാറുമ്പോൾ, വല്ലവി ആയി മാറുമ്പോൾ ഗോപസ്ത്രീ എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി ഉരകം എന്ന് പറഞ്ഞാൽ പാമ്പ്. ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പാമ്പ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഉരകം. അപ്പോൾ തുരകം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. തുരകം എന്ന് പറഞ്ഞാൽ കുതിര, ഉരകം എന്ന് പറഞ്ഞാൽ പാമ്പ്. ഇനി സംഘം. സംഘം ശ്രദ്ധിക്കുക, ഘ മാറിയിട്ടുണ്ട്. മേഘത്തിലെ ഗായാണ് സംഘത്തിൽ വരുന്നത്. അതൊരു കൂട്ടം എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഗംഗയിലെ ഗ വരുമ്പോൾ സംഘത്തിൽ വരുന്നത് ഒത്തുചേരൽ എന്നർത്ഥത്തിൽ സംഘം വരുന്നു. ഒന്ന് മേഘത്തിലെ ഘായാണ്, മറ്റൊന്ന് ഗംഗയിലെ ഘായാണ്. ഗാകൾ മാറിയത് ശ്രദ്ധിക്കാം. ഇനി സർവഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലായ്പ്പോഴും എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ആ ദകാരം മാറിയിട്ട് കഥയിലേക്ക് രഥത്തിലേക്ക് ധ വന്നിട്ടുണ്ട്. അടുത്തത് സർവഥ എന്ന് പറയുമ്പോൾ ആ ധ മാറിയപ്പോൾ എല്ലാ പ്രകാരത്തിലും എന്നർത്ഥത്തിൽ മാറിയിട്ടുണ്ട്. ഇനി സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്നാണ് അർത്ഥം. ഓക്കെ, സർവത, സർവഥ, സർവത്ര. ഓക്കെ, മാറരുത്. മറ്റൊന്ന് ഭജനമാണ്. ഭജനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ഭാജനമാകുമ്പോൾ പാത്രമായിട്ട് മാറും. ഇനി ഭോജനമാണ്. ഭോജനം എന്ന് പറഞ്ഞാൽ ആഹാരം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എന്നാൽ ചൂതമാകുമ്പോൾ തേന്മാവ് എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അത് ചൂതാകുമ്പോൾ ചതുരംഗ കളിയെയാണ് നമ്മൾ പൊതുവെ ഈ പറയുന്ന ചൂത് എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളത്. മറ്റൊന്ന് സൂനു എന്ന് പറഞ്ഞാൽ പുത്രനാണ്. സൂനം എന്ന് പറഞ്ഞാൽ പൂവാണ്. സൂനു പുത്രൻ, സൂനം പൂവ്. നന്ദൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ വളർത്തച്ഛനാണ് നന്ദൻ എന്ന് പറയുന്നത്. നന്ദനൻ എന്ന് പറഞ്ഞാൽ പുത്രനാണ്. നന്ദൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് കൃഷ്ണൻ്റെ വളർത്തച്ഛന് പേരാണ് നന്ദൻ എന്ന് പറയുന്നത്. നന്ദനൻ എന്ന് പറഞ്ഞാൽ പുത്രനാണ്. ആലാപനം എന്ന് പറഞ്ഞാൽ രാഗവിസ്താരം അല്ലെങ്കിൽ പാട്ടുപാടൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അത് ആലോപനമായി മാറുമ്പോൾ മരുന്ന് പുരട്ടൽ ആലേപനമായി മാറുമ്പോൾ മരുന്ന് പുരട്ടൽ എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഓക്കെ, ആലാപനം ആലേപനം ആയിട്ട് മാറും
മരുന്ന് പുരട്ടൽ അല്ലെങ്കിൽ പാട്ടുപാടൽ എന്നുള്ളത് മരുന്ന് പുരട്ടലായിട്ട് മാറുന്നു. ഇനി പ്രേക്ഷകൻ എന്നുള്ളത് കാഴ്ചക്കാരനാണ്. പ്രേക്ഷകൻ എന്നുള്ളത് കാഴ്ചക്കാരൻ. പ്രേക്ഷകൻ ക്ഷ മാറി ഷയാണ് വന്നത്. ക്ഷ മാറി ഷ വന്നപ്പോൾ അത് പ്രേക്ഷകനായി. പ്രേക്ഷകൻ എന്ന് പറയുന്നത് പറഞ്ഞയച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. പ്രേക്ഷകൻ കാഴ്ചക്കാരൻ, പ്രേക്ഷകൻ പറഞ്ഞയച്ചവൻ. ക്ഷ ഷ ഓക്കെ മാറിയിട്ടുണ്ട്. ഇനി സാധന എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനമാണ്. സാധനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു. നിലം എന്ന് പറഞ്ഞാൽ തറ അല്ലെങ്കിൽ പാടം എന്നർത്ഥത്തിൽ നിലം ഉപയോഗിക്കാറുണ്ട്. നലം എന്നായി മാറുമ്പോൾ അത് നന്മയായി അർത്ഥം മാറുന്നു. നിലം, തറ അല്ലെങ്കിൽ പാടം. നലം എന്ന് പറഞ്ഞാൽ നന്മ. പരിഗ എന്ന് പറയുന്നത് കിടങ്ങിനെയാണ് പരിഗ എന്ന് പറയുന്നത്. പരിഘം ഗകാരം മാറിയിട്ടുണ്ട്, മേഘത്തിലെ ഗ വന്നിട്ടുണ്ട്. പരിഗ ആദ്യം പറഞ്ഞത് നഖത്തിലെ ഗായാണ്, മേഘത്തിലെ ഗായായി മാറിയപ്പോൾ ഇരുമ്പുലയ്ക്ക എന്നർത്ഥം. പരിഘം എന്നുള്ളത് ഇരുമ്പുലയ്ക്ക എന്നർത്ഥത്തിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റൊരു വാക്കെന്ന് പറയുന്നത് വയസ്സനാണ്. വയസ്സൻ എന്നുള്ളത് നമ്മൾ പൊതുവിൽ നമുക്കറിയാവുന്ന പോലെ വൃദ്ധൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ വയസ്സിൻ എന്നാകുമ്പോൾ അത് കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുന്നു. മറ്റൊരു വാക്ക് പേലവം എന്നുള്ളതാണ്. പേലവം എന്ന് പറഞ്ഞാൽ മൃദുലമായ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അത് പല്ലവമാകുമ്പോൾ തളിര് എന്നർത്ഥത്തിലേക്ക് മാറുന്നു. അടുത്തത് വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥമാണുള്ളത്. അതിൽ നായും ധായും ചേർന്നതാണ്. ഇനി വൃന്ദമായി മാറുമ്പോൾ ദന്തം എന്നൊക്കെ പറയുന്ന പോലെ വൃന്ദമായിട്ട് മാറുമ്പോൾ ആ ദന്തത്തിലേക്ക് എന്ന് പറയുന്ന പോലെ വൃന്ദമായി മാറുമ്പോൾ നായും തായും ചേർന്ന ന്തയാകുമ്പോൾ ഞെട്ട് എന്നർത്ഥത്തിലേക്ക് മാറുന്നു. വൈരി എന്ന് പറഞ്ഞാൽ ശത്രുവാണ്, നമുക്കറിയാം. വൈരം എന്ന് പറഞ്ഞാൽ അത് ശത്രുത എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇനി നീലകണ്ഠം എന്ന് പറയുമ്പോൾ മയിൽ എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ നീലകണ്ഠൻ എന്ന് നമ്മൾ പറയാറുള്ളത് ശിവനെയാണ്. ഓക്കെ, നീലകണ്ഠം മയിൽ, നീലകണ്ഠൻ ശിവൻ. പത്രി എന്ന് പറഞ്ഞാൽ പരുന്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷിയാണ് നമ്മൾ പത്രി എന്ന് ഉപയോഗിക്കാറുള്ളത്. പത്രം ആകുമ്പോൾ ചിറക് എന്നർത്ഥത്തിലേക്ക് മാറുന്നു. അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റമാണ്, നമുക്കറിയാം. കങ്കണം അകാരം മാറി കകാരമായി മാറിയപ്പോൾ കങ്കണം എന്നുള്ളത് വളയാണ്. കങ്കണം എന്നുള്ളത് വള എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ദന്തം, മുന്നേ ഞാൻ ഒരു ഉദാഹരണമായി പറഞ്ഞ പോലെ ദന്തം എന്ന് പറഞ്ഞാൽ പല്ലാണ്, ദന്തി എന്ന് പറഞ്ഞാൽ ആനയാണ്. ദന്തം എന്ന് പറഞ്ഞാൽ പല്ലാണ്, ദന്തി എന്ന് പറഞ്ഞാൽ ആനയാണ്. മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് പാണിയാണ്. പാണി എന്ന് പറഞ്ഞാൽ കൈയാണ്. എന്നാൽ പകാരം മാറി വകാരം വന്നപ്പോൾ വാണി ആയപ്പോൾ അത് വാക്ക് എന്ന അർത്ഥത്തിലേക്ക് മാറി. അംബുജം നമുക്കറിയാം താമരയാണ്. അംബുദം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അംബുജം താമര, അംബുദം മേഘം. ജഗ മാറി ദാ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഇനി കർഷണം എന്ന് പറഞ്ഞാൽ വലിക്കൽ എന്ന അർത്ഥത്തിലാണ്. ഘർഷണം എന്നാകുമ്പോൾ അത് ഉരയ്ക്കൽ എന്നാകുന്നു. കകാരം മാറി ഗകാരം വന്നിട്ടുണ്ട്, ഘർഷണം കർഷണം. ഓക്കെ, മാറരുത്. നളിനം എന്ന് പറഞ്ഞാൽ താമരയാണ്. നളിനി എന്ന് പറഞ്ഞാൽ താമര പൊയ്കയാണ്. കുമാരനാശാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിത കൂടിയാണ് നളിനി, ഓർത്തിരിക്കുക. നളിനി എന്ന അർത്ഥം എന്ന് പറയുന്നത് താമര പൊയ്ക. നളിനം എന്ന് പറഞ്ഞാൽ താമര. അംഗം എന്ന് പറഞ്ഞാൽ മടിത്തട്ട് അല്ലെങ്കിൽ അടയാളം എന്നർത്ഥത്തിൽ അംഗം ഉപയോഗിക്കാറുണ്ട്. ഗംഗയിലെ ഗായാകുമ്പോൾ അംഗമായി മാറുമ്പോൾ അവയവം അല്ലെങ്കിൽ പ്രതിനിധി എന്നർത്ഥത്തിലേക്ക് മാറുന്നു. പങ്കം എന്ന് പറയുന്നത് ചെളിയാണ്. പങ്കജം എന്ന് പറഞ്ഞാൽ താമരയാണ്. അതായത് ചെളിയിലുണ്ടാകുന്ന എന്നർത്ഥത്തിൽ ആണ് ഈ പറയുന്ന പങ്കജം എന്ന് പറയുമ്പോൾ താമര, പങ്കം എന്ന് പറയുമ്പോൾ ചെളിയാണ്. ഗൗരി എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. ഗൗരം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. ഗൗരി, പാർവതി, ഗൗരം എന്ന് പറഞ്ഞാൽ വെളുപ്പ്. അംഗം എന്ന് പറയുന്നത് മടിത്തട്ട് അല്ലെങ്കിൽ അടയാളം എന്നുള്ളതാണ്. ഗംഗയിലെ ഗായാവ് മാറുമ്പോൾ അത് അവയവം, പ്രതിനിധി എന്നായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അടുത്തത് ഘാതകനാണ് പറയാനുള്ളത്.
ഘാതകൻ എന്ന് പറഞ്ഞാൽ കുഴിക്കുന്നവൻ എന്നുള്ളതാണ്. നഖത്തിലെ ഘായാണ് ഉപയോഗിച്ചിട്ടുള്ളത്, തകാരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുഴിക്കുന്നവൻ, ഘാതകൻ എന്നുള്ളത് കുഴിക്കുന്നവൻ. ഇനി നഖത്തത്തെ ഗായനെ ദകാരമായിട്ട്, തകാരം ദകാരമായി മാറിയിട്ടുണ്ട്. ഘാതകനാകുമ്പോൾ അത് ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി കൊലയാളി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഘാതകൻ. ഓക്കെ, KR മീരേനൊക്കെ ഓർക്കുക. ഈ വാക്കിൽ തകാരം മാറിയിട്ടുണ്ട്, ദകാരമായിട്ട് രണ്ടാമത്തെ വാക്കിൽ മാറി. മൂന്നാമത്തെ വാക്കിൽ നഖം എന്നുള്ളതിലത്തെ ഗ മാറി, മേഘം എന്നുള്ളതിലത്തെ ഗ വന്നിട്ടുണ്ട്. അപ്പോൾ ഘാതകൻ എന്നുള്ളത് കൊലയാളി എന്ന അർത്ഥത്തിലേക്ക് പോകുന്നു. ഘാതകൻ എന്നുള്ളത് ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലേക്ക് പോകുന്നു. ഘാതകൻ എന്നുള്ളത് കുഴിക്കുന്നവൻ എന്നർത്ഥമായിട്ടും മാറുന്നുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത് എന്നാണ് അർത്ഥം. ക്ഷാരമായി മാറുമ്പോൾ അത് ഉപ്പ് എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ക്ഷീരമാകുമ്പോൾ അത് പാൽ എന്നർത്ഥത്തിലേക്കും മാറുന്നു. ഇനി അക്ഷരം ആണ് നാശമില്ലാത്തത് എന്നർത്ഥമാണ് അക്ഷരത്തിനുള്ളത്. അക്ഷരം നാശമില്ലാത്തത്. വൃഷം എന്ന് പറഞ്ഞാൽ കാള, വൃക്ഷം കായും ഷായും ചേർന്ന ക്ഷ, വൃക്ഷം വരുമ്പോൾ അത് മരമാണ്. വൃഷം എന്ന് പറഞ്ഞാൽ അത് കാളയാണ്. കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പലാണ്. കൗമുദി എന്ന് പറഞ്ഞാൽ നിലാവാണ്. മാറിപ്പോവരുത്. ഇനി കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം എന്നാണ്. കൈരവം പറഞ്ഞാൽ ആമ്പൽ എന്നാണ് അർത്ഥം. കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം, കൈരവം എന്ന് പറഞ്ഞാൽ ആമ്പൽ. ഇനി അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ്. കൈതവം എന്ന് പറഞ്ഞാൽ കള്ളമാണ്. കൈരവം എന്ന് പറഞ്ഞാൽ ആമ്പലാണ്. അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം. അദ്രു എന്ന് പറഞ്ഞാൽ വൃക്ഷം. അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം, അദ്രു എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. മയൂഖം എന്ന് പറഞ്ഞാൽ രശ്മി എന്നർത്ഥമാണ്. മയൂരം എന്ന് പറഞ്ഞാൽ മയിൽ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മയൂഖം, രശ്മി, മയൂരം, മയിൽ. അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം, അദ്രു എന്ന് പറഞ്ഞാൽ വൃക്ഷം. അജം എന്ന് പറഞ്ഞാൽ ആടാണ്. ആജം എന്ന് പറഞ്ഞാൽ ആട്ടിൻപാൽ അല്ലെങ്കിൽ കമ്പിളി എന്നതിനെയാണ് ആജം എന്ന് നമ്മൾ പറയാറുള്ളത്. മൃതി എന്ന് പറഞ്ഞാൽ മരണമാണ്, നമുക്കറിയാം. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നുള്ളതാണ്. മൃതി മരണം, സ്മൃതി ഓർമ്മ. സുതൻ എന്നുള്ളത് പുത്രൻ എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. സുതൻ എന്നുള്ളത് സൂതനാകുമ്പോൾ തേരാളി എന്നർത്ഥത്തിലേക്ക് വരുന്നു. ഹരിണം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം. ഹിരണ്യം അല്ലെങ്കിൽ ഹിരണം എന്നർത്ഥം വാക്ക് വരുമ്പോൾ സ്വർണം എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി അതിഥി എന്നുള്ളത് വിരുന്നുകാരൻ എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നു. തകാരം മാറി ദകാരമായി മാറുന്നുണ്ട് രണ്ടാമത്തെ അക്ഷരം. മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് രഥത്തത് ധാ മാറി തകാരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിഥി എന്നുള്ളത് ദേവമാതാവ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ആദ്യത്തേത് അതിഥി എന്ന് പറയുന്നത് വിരുന്നുകാരൻ, ഇത് അതിഥി എന്ന് പറയുന്നത് ദേവമാതാവ്. ഓക്കെ. നാഗം എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. നാക്കം ഗകാരം മാറി കകാരം വരുമ്പോൾ നാഗം ആയിട്ട് മാറുമ്പോൾ നാഗം സർപ്പം, കകാരമായിട്ട് വരുമ്പോൾ നാഗമായിട്ട് വരുമ്പോൾ സ്വർഗം അല്ലെങ്കിൽ ഒരു ലോഹം എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി പരിമാണം എന്ന് പറഞ്ഞാൽ അളവാണ്. പരിണാഹം എന്ന് പറഞ്ഞാൽ വിസ്തൃതിയാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം അല്ലെങ്കിൽ അവസാനം എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി അനിലൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റ് എന്നാണ്. അനിലൻ എന്നുള്ളത് അനലനാകുമ്പോൾ അഗ്നി എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി ബജിലൻ എന്ന് പറഞ്ഞാൽ ദൂതനാണ്. ബജിലം എന്ന് പറഞ്ഞാൽ ചന്ദനമാണ്. വളരെ ചെറിയ വ്യത്യാസം, അർത്ഥം വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. ഭാരതി എന്ന് പറഞ്ഞാൽ വാക്ക് അല്ലെങ്കിൽ വാഗ്ദേവത എന്ന അർത്ഥത്തിലാണ്. ഭാരവി എന്ന് പറഞ്ഞാൽ അത് തുളസിയായിട്ട് മാറി. തകാരം മാറി വകാരം വന്നപ്പോൾ ഭാരവിയായി അത് തുളസി എന്നർത്ഥത്തിലേക്ക് മാറി. ഓക്കെ, മാറരുത്. മാധവം എന്ന് പറഞ്ഞാൽ കള്ള് എന്നാണ് അർത്ഥം. മാതോയം എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം.
മോചക എന്ന് പറഞ്ഞാൽ വാഴ എന്നാണ് അർത്ഥം. മോചകം എന്ന് പറഞ്ഞാൽ മുരിങ്ങ എന്നാണ് അർത്ഥം. ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം. ഗഹനം എന്ന് പറഞ്ഞാൽ ദുർഗ്രഹമായ അല്ലെങ്കിൽ കാട്. ഗഗനം, മറ്റേത് ഗഹനം. അളി എന്ന് പറഞ്ഞാൽ വണ്ട്. അളി എന്നുള്ളത് ആളിയായി മാറുമ്പോൾ അതിനർത്ഥം തോഴി ആണ്. അതുപോലെ തന്നെ ഒലി എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ലകാരം മാറി ലകാരം വരുമ്പോൾ ഒളിയായി മാറുമ്പോൾ അതിൻ്റെ അർത്ഥം ശോഭ എന്നാണ്. വിടഭം എന്ന് പറഞ്ഞാൽ മരക്കൂട്ടമാണ്. വിടഭം എന്ന് പറഞ്ഞാൽ മരക്കൂട്ടം. വിടബി എന്ന് പറഞ്ഞാൽ വൃക്ഷം. വിടബി എന്ന് പറഞ്ഞാൽ വൃക്ഷം. വിടഭം എന്ന് പറഞ്ഞാൽ മരക്കൂട്ടം. വിടബി എന്ന് പറഞ്ഞാൽ വൃക്ഷം. ഇനി താര എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. താര് എന്ന് പറഞ്ഞാൽ പൂവ്. പദം എന്ന് പറഞ്ഞാൽ വാക്ക്. ദകാരത്തിൽ അടുത്ത വ്യത്യാസം ശ്രദ്ധിക്കുക. പദം വാക്ക്. പദം രഥം എന്ന് പറഞ്ഞ ദ ആണ് വരുന്നത്. അത് വഴി എന്ന അർത്ഥത്തിലാണ്. പദം വഴി, പദം വാക്ക്. പദം വാക്ക്, പദം വഴി. നേരത്തെ താര എന്ന് പറഞ്ഞപ്പോൾ നക്ഷത്രം, താരെന്ന് പറഞ്ഞ പൂവ്, പദം എന്ന് പറഞ്ഞ വാക്ക്, പദം എന്ന് പറഞ്ഞ വഴി. ഓക്കെ. ഭവനം എന്ന് പറഞ്ഞാൽ വീട്. ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം. ഭവനം എന്ന് പറഞ്ഞാൽ വീട്. ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം. രഥം എന്ന് പറഞ്ഞാൽ തേരാണ്. ദകാരം മാറി രഥമായി മാറിയാൽ അതിൻ്റെ അർത്ഥം പല്ല് എന്നാണ്. ആദി എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. നാ തിരിച്ചിട്ട ധനത്തിലതായാണ്. എന്നാൽ അത് ആദി ആകുമ്പോൾ ദകാരം മാറിക്കഴിഞ്ഞാൽ ആരംഭം എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി അന്തം എന്ന അർത്ഥത്തിൽ നായും ദായും ചേർന്നിട്ടുള്ള അന്തം എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുളടഞ്ഞ എന്നുള്ളതാണ്. അന്തം എന്നുള്ളത് നായും തായും ചേർത്തന്തായാണ്. അന്തം എന്നുള്ളത് അവസാനം എന്നർത്ഥത്തിൽ മാറുന്നു. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ഗോത്രം എന്ന് പറഞ്ഞാൽ വംശം എന്നാണ് അർത്ഥം. ജലദം എന്ന് പറഞ്ഞാൽ മേഘമാണ്. ജലജമായി മാറുമ്പോൾ അത് താമരയാണ്. ജലജ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നോക്കൂ, കക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വശത്തുള്ള ആൾ എന്നാണ് അർത്ഥം. കക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വശത്തുള്ള ആൾ. കക്ഷി എന്ന് പറഞ്ഞാൽ വയർ എന്നാണ് അർത്ഥം. കക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വശത്തുള്ള ആൾ. കക്ഷി വയറുള്ളത് കുക്ഷിയാണ്. ഓക്കെ. കക്ഷി എന്നുള്ളത് ഒരു വശത്തുള്ള ആൾ. കുക്ഷി എന്ന് പറഞ്ഞാൽ വയർ. വാജി എന്ന് പറഞ്ഞാൽ കുതിര. ജകാരം മാറി ചകാരമാണ് രണ്ടാമത്തെ വാക്കിൽ വരുന്നത്. വാജി ആദ്യത്തിൽ പറഞ്ഞത് ജകാരമുള്ളപ്പോൾ കുതിര. വാജി ആയിട്ട് മാറുമ്പോൾ പറയുന്ന വാക്ക്, ശബ്ദം എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി ദശ എന്ന് പറഞ്ഞാൽ മാംസം അല്ലെങ്കിൽ കാലം എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ദിശ എന്ന് പറഞ്ഞാൽ ദിക്ക് എന്നർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. സിത എന്ന് പറഞ്ഞാൽ വെളുത്ത എന്നാണ്. സീതയാകുമ്പോൾ അത് രാമപത്നി എന്നർത്ഥത്തിൽ പുരാണ കഥാപാത്രമായിട്ട് മാറുന്നു. ചട്ടം എന്ന് പറഞ്ഞാൽ നിയമമാണ്. ചാട്ടമായാൽ അത് കുതിപ്പ് എന്നർത്ഥത്തിലേക്ക് മാറുന്നുണ്ട്. ഇനി നോക്കൂ, കരണം എന്ന് പറഞ്ഞാൽ ശരീരം അല്ലെങ്കിൽ ഉപകരണം എന്നിവയാണ് പറയുന്നത്. കാരണമാകുമ്പോൾ ഹേതുവായിട്ട് മാറുന്നു. ഇനി മുറ്റം എന്ന് പറഞ്ഞാൽ അങ്കണം എന്നാണ് അർത്ഥം. മറ്റമാകുമ്പോൾ അത് മേച്ചിൽ സ്ഥലം എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി മകം എന്ന് പറഞ്ഞാൽ യാഗമാണ്. മുഖം എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗമാണ്. മകം എന്ന് പറഞ്ഞാൽ യാഗമാണ്. മുഖം എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗമാണ്. വാദം എന്ന് പറഞ്ഞാൽ തർക്കമാണ്. ദകാരമാണ്. എന്നാൽ തകാരമായി വാദമായി മാറുമ്പോൾ അതൊരു രോഗമാണ് അല്ലെങ്കിൽ കാറ്റ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നോട്ടം എന്ന് പറഞ്ഞാൽ കാഴ്ച. ഓക്കെ. ഇനി അത് നോട്ടം എന്നുള്ളത് നേട്ടമായാൽ സമ്പാദ്യം എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. തുണി എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്, നമുക്കറിയാം. തൂണി എന്ന് പറഞ്ഞാൽ ഒരളവ് അല്ലെങ്കിൽ അമ്പുറ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്.
ചാബല്യം എന്ന് പറഞ്ഞാൽ ഇളക്കമാണ്. ചാബല്യം എന്ന് പറഞ്ഞത് സഫലത അല്ലെങ്കിൽ സബലത എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഉന്നം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാണ്. മുന്നം എന്ന് പറഞ്ഞാൽ പണ്ട് എന്നാണ് അർത്ഥം. ചിരം എന്ന് പറഞ്ഞാൽ വളരെ സ്ഥിരം എന്നർത്ഥത്തിലാണ്. വളരെ അല്ലെങ്കിൽ സ്ഥിരം എന്നർത്ഥത്തിലാണ്. ചീരമാകുമ്പോൾ മരവുരി എന്നർത്ഥത്തിലേക്ക് അത് മാറുന്നുണ്ട്. ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നാണ് അർത്ഥം. അഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ലാത്തത് എന്നാണ് അർത്ഥം. ക്ഷണം എന്ന് പറഞ്ഞാൽ വിളിക്കലാകുന്നു അല്ലെങ്കിൽ നിമിഷം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ക്ഷണനം എന്ന് പറയുമ്പോൾ വധമായിട്ട് മാറുന്നു. ക്ഷണനം എന്ന് പറയുന്നത് വധമായി മാറുന്നു. ഇനി ശൈലി എന്ന് പറയുന്നതിൻ്റെ നമ്മൾ പൊതുവെ അർത്ഥം പറയുന്നത് രീതി എന്നാണ്. ശൈലം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പർവ്വതം എന്നാണ്. തടം എന്ന് പറഞ്ഞാൽ നദീതടം എന്നാണ് അല്ലെങ്കിൽ തീരം എന്നർത്ഥത്തിൽ. എന്നാൽ അത് തുടമായി മാറുമ്പോൾ ഒരളവ് എന്നർത്ഥത്തിലേക്ക് മാറുന്നു. മടയൻ എന്ന് പറഞ്ഞാൽ ഭോഷൻ എന്നാണ് അർത്ഥം. മടിയൻ എന്ന് പറഞ്ഞാൽ അത് നേരെ അലസൻ എന്നർത്ഥത്തിലേക്ക് മാറുന്നു. പാതി എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് അർത്ഥം. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നാണ് അർത്ഥം. പാതി, പകുതി, പതി, ഭർത്താവ്. ഇനി ശബ്ദം എന്ന് പറഞ്ഞാൽ ഒച്ച എന്നാണ്. മുന്നേ പറഞ്ഞ് അബ്ദം എന്ന വാക്ക് മുന്നേ പറഞ്ഞു. അബ്ദം എന്ന് പറഞ്ഞാൽ ആണ്ട്, മേഘം എന്നാണ് അർത്ഥം. ഇനി അശ്രീ എന്ന് പറഞ്ഞാൽ കുന്തമുന എന്നാണ് അർത്ഥം. അശ്രീ നീട്ടം വരുമ്പോൾ, ഈ കാര്യത്തിന് നീട്ടം വരുമ്പോൾ അവിടെ അഴകില്ലാത്ത എന്നർത്ഥത്തിൽ വരുന്നു. ഇനി വന്തി എന്ന് പറഞ്ഞാൽ തടവാണ്. ഇനി അത് നായും തായും ചേർന്ന നന്ദയാണ്. ഇത് വന്ദനം, നന്ദനം എന്നൊക്കെ പറയുന്ന നന്ദയാണ്. അത് വന്തിയായുമ്പോൾ അത് തടവുകാരൻ എന്നർത്ഥത്തിലേക്ക് മാറുന്നു. അജരവും അജിരവും നമ്മൾ മുന്നേ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. അജരം എന്ന് പറഞ്ഞാൽ കുതിര അല്ലെങ്കിൽ സ്വർണം. അജിരം എന്ന് പറഞ്ഞാൽ തവള അല്ലെങ്കിൽ മുറ്റം. ഓക്കെ. കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ട. കവകം, ചകാരം മാറി കകാരം വന്നു കവകമായി മാറുമ്പോൾ അത് വായ് എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി നഖത്തിലെ ഗായും ഗംഗയിലെ ഗായുമാണ്. അപ്പോൾ ഗഖം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. ഗജം എന്ന് പറഞ്ഞാൽ തവിയാണ്. ഗഖം പക്ഷി, ഗജം തവി. ഫലിതം എന്ന് പറഞ്ഞാൽ നരയാണ്. ഫലിതമായി മാറുമ്പോൾ അത് അല്ലെങ്കിൽ ഫലിതം എന്നെഴുതും, ഫലിതം എന്ന് വായിക്കും. ഫലിതമാകുമ്പോൾ അത് നര, ഫലിതമാകുമ്പോൾ അത് തമാശ. മേചകം എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറമാണ്. മോചകം എന്ന് പറഞ്ഞത് മോചിപ്പിക്കുന്നത് എന്നർത്ഥത്തിലാണ്. നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തിയാണ്. സുകരം എന്ന് പറഞ്ഞാൽ എളുപ്പം. സൂകരം എന്ന് പറഞ്ഞാൽ പന്നി. വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ. ഉകാരം ഊ എന്നർത്ഥത്തിലേക്ക് വാക്കിലേക്ക് മാറിയിട്ടുണ്ട്. സുകരം എന്നുള്ളത് എളുപ്പം സു ആയിരുന്നു. അതിൽ സു എന്നർത്ഥത്തിൽ സൂകരമായി മാറിയപ്പോൾ പന്നി എന്നർത്ഥത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി കല്യൻ എന്നാണ്. കല്യൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ് അർത്ഥം. കുല്യ എന്ന് പറഞ്ഞാൽ കൈത്തോട് എന്നാണ് അർത്ഥം. കല്യൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ, കുല്യ എന്ന് പറഞ്ഞാൽ കൈത്തോട്. ഇനി വേദസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. വേദസം എന്ന് പറഞ്ഞാൽ കൈയുടെ പെരുവിരലിൻ്റെ അടിഭാഗം എന്നാണ് അർത്ഥം. വേദസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വേദസം എന്ന് പറഞ്ഞാൽ കൈയുടെ പെരുവിരലിൻ്റെ അടിഭാഗം. ഇനി കേദരം എന്ന് പറഞ്ഞാൽ കുന്തമുനയാണ്. കേദാരം എന്ന് പറഞ്ഞാൽ വയലാണ്. കേദരം എന്ന് പറഞ്ഞാൽ കുന്തമുന, കേദാരം എന്ന് പറഞ്ഞാൽ വയലാണ്. ദർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അത് ദർപ്പണമാകുമ്പോൾ കണ്ണാടി എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി അത് ദർപ്പണകമാകുമ്പോൾ വെള്ളി എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ദർപ്പം, ദർപ്പണം, ദർപ്പണകം. ഓക്കെ. അജിരം എന്ന് പറഞ്ഞാൽ ക്ഷണികം എന്നർത്ഥത്തിലാണ്. അത് ചകാരമാണ്. ഇന്ന് അചിരമാണ്, ക്ഷണികം. അചിരം എന്ന് പറഞ്ഞാൽ മുറ്റമാണ്. പ്രഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവം ആണ്. പ്രഭാവം എന്ന് പറഞ്ഞാൽ മഹത്വമാണ്. പ്രാഭവം എന്ന് പറഞ്ഞാൽ പ്രഭുത്വമാണ്. പ്രഭവം, പ്രഭാവം, പ്രാഭവം മാറരുത്. ഒന്ന് ഉത്ഭവം, മറ്റൊന്ന് മഹത്വം, മറ്റൊന്ന് പ്രഭുത്വം ആണ്. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പഠനത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശസ്ത്രം ആയുധമാണ്. ഇനി വിധാനം എന്ന് പറയുന്നത് അലങ്കാരത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെയാണ് വിധാനം എന്ന് പറയുന്നത്. ഞാൻ തിരിച്ചിട്ടതാ അല്ലെങ്കിൽ ധനത്തിലെ ധായിലൊക്കെ അത് മാറുമ്പോൾ വിധാനം ആയിട്ട് മാറുന്നു. അത് രീതി എന്നർത്ഥത്തിലേക്ക് മാറുന്നു. അഴൽ എന്ന് പറയുമ്പോൾ ദുഃഖമാണ്. കഴൽ എന്ന് പറഞ്ഞാൽ കാൽച്ചുവട്. പലലം എന്ന് പറഞ്ഞാൽ മാംസമാണ്. പലാലം എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. ദൂലകം എന്ന് പറഞ്ഞാൽ വിഷമാണ്.
ധൂ ചൂ എവിടെ ആ ധൂലകം എന്ന് പറഞ്ഞാൽ വിഷമാണ്. ചൂലിക എന്ന് പറഞ്ഞാൽ മഞ്ഞുകട്ടിയാണ്. ധൂലകം എന്ന് പറഞ്ഞാൽ വിഷം, ധൂലിക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചൂലിക എന്ന് പറഞ്ഞാൽ മഞ്ഞുകട്ടിയാണ്. ധേനു എന്ന് പറഞ്ഞാൽ കറവപ്പശുവാണ്. ധേനം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. ധേനു എന്ന് പറഞ്ഞാൽ കറവപ്പശു, ധേനം എന്ന് പറഞ്ഞാൽ സമുദ്രം. ദ്രുഹൻ എന്ന് പറഞ്ഞാൽ പുത്രനാണ്. ദ്രുഹണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ദ്രുഹൻ എന്ന് പറഞ്ഞാൽ പുത്രൻ, ദ്രുഹണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ദ്രുഹം എന്ന് പറഞ്ഞാൽ കായൽ, ദ്രുഹി എന്ന് പറഞ്ഞാൽ പുത്രൻ, അല്ല ദ്രുഹി എന്ന് പറഞ്ഞാൽ പുത്രി. ദ്രുഹൻ, ദ്രുഹണൻ, ദ്രുഹം, ദ്രുഹി മാറരുത്. ഇനിയുള്ള വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞു പോയത് റിപ്പീറ്റ് വന്നിട്ടുണ്ടായിരിക്കാം, ക്ഷമിക്കുക. അർത്ഥം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ താല്പര്യം, ധനം അല്ലെങ്കിൽ പ്രയോജനം. അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതി, ഇത് മുന്നേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അന്യത, രഥത്വതായാണ്. അത് ധകാരമായി മാറുമ്പോൾ മറ്റൊരിക്കൽ എന്നർത്ഥത്തിൽ വരുന്നു. അന്യത എന്ന് പറയുമ്പോൾ ഒരു മറ്റു പ്രകാരത്തിൽ അല്ലെങ്കിൽ വിപരീതമായി എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി അകാര്യം എന്ന് പറഞ്ഞാൽ കാര്യമല്ലാത്തത്, ചെയ്യരുതാത്തത് എന്നർത്ഥമാണ്. അക്കാര്യമായി മാറുമ്പോൾ ആ കാര്യം എന്നർത്ഥത്തിലേക്ക് മാറുന്നു. എന്നാൽ അകാലം എന്ന് പറഞ്ഞാൽ തക്കതല്ലാത്ത കാലം അല്ലെങ്കിൽ അശുഭകാലം എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അക്കാലം എന്ന് പറഞ്ഞാൽ ആ കാലം എന്നാണ് അർത്ഥം. ഇനി അധികൃതൻ എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവൻ. ധകാരം മാറി തകാരം വരുമ്പോൾ അധികൃതനാകുമ്പോൾ അത് അധികമായി ചെയ്തവൻ എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി അധകൃതൻ ആകുമ്പോൾ അത് താഴ്ത്തപ്പെട്ടവൻ എന്നായിട്ട് മാറുന്നു. ഓക്കെ, അധികൃതൻ, അധകൃതൻ, ഓക്കെ മാറരുത്. ഇനി അധികമാകുക എന്ന് പറഞ്ഞാൽ കൂടുതലാകുക എന്നുള്ളതാണ്. അധികരിക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപ്പെടുത്തുക അല്ലെങ്കിൽ പരാമർശിക്കുക എന്നർത്ഥമാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി അന്ത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്തം എന്ന് പറഞ്ഞ പോലെ അവസാനത്തേത്. അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. ഇനി അന്തസ് എന്ന് പറയുന്നത് നായും ധായും ചേർന്നിട്ടുള്ള അന്തസ് എന്ന് പറഞ്ഞാൽ ചോറ്, ആഹാരം, ഭക്ഷണം എന്നർത്ഥമാണ്. ഇനി നമ്മൾ ഈ പറയുന്ന അഭിമാനം, യോഗ്യത, മാന്യത, പ്രൗഢി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അന്തസ് നായും തായും ചേർന്ന എന്തായാണ് അന്തസ്. ഓക്കെ, ഇനി അപദാനം എന്ന് പറഞ്ഞാൽ പ്രശസ്തി, ഉത്കൃഷ്ടത, കൃത്യം എന്നർത്ഥമാണ്. ഇനി അപദാനം തകാരമായി മാറുമ്പോൾ ഒരിനം വാതരോഗത്തെയാണ് പറയുന്നത്. ഇനി അബദ്ധം എന്ന് പറയുമ്പോൾ ഇഴജന്തുവാണ്. അബദ്ധം ആകുമ്പോൾ അത് ചീത്ത വഴി, ദുർമാർഗം എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി ആവശ്യം എന്ന് പറഞ്ഞാൽ വേണ്ടത് എന്നാണ്. അവശ്യം എന്നായി പറഞ്ഞാൽ കൂടിയേ തീരൂ എന്ന മട്ടിൽ അല്ലെങ്കിൽ നിശ്ചയമായും. ആപാദം എന്ന് പറഞ്ഞാൽ പാദം വരെ, പാദത്തോളം എന്നർത്ഥമാണ്. ആപാദമാകുമ്പോൾ അത് വീഴ്ച, ആക്രമണം ആകുന്നു. ഇനി ആതിഥേയൻ എന്ന് പറഞ്ഞാൽ അതിഥിയെ സ്വീകരിക്കുന്നവൻ എന്നർത്ഥം. അതിൽ തകാരം മാറി ധകാരമായി മാറുന്നുണ്ട്, ധകാരം മാറി തകാരമായിട്ടും മാറുന്നുണ്ട്. മറ്റേത് ആതിഥേയൻ എന്നാകുമ്പോൾ ദേവൻ, അതിഥിയുടെ മകൻ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതി, രൂപം നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇനി കകാരം മാറി ഗകാരമായി മാറുന്നുണ്ട്, അത് ആകാരമാണ്, അത് വീടാണ്. ആവൃത്തി എന്ന് പറഞ്ഞാൽ തവണയാണ്. പ്രാവശ്യം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യുക എന്നാണ്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏകദേശമാണ്. ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാണ്. ഏകത എന്ന് പറഞ്ഞാൽ ഒരിക്കലാണ്. മാറി ഏകത ആകുമ്പോൾ ഒരേ രീതിയിൽ എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഘാതകൻ മുന്നേ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ക്ഷണം എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എന്നതിൻ്റെ നാമമാണ് ക്ഷണം. ഇനി ക്ഷണനം എന്ന് പറഞ്ഞാൽ അത് വധമാണ്, അതും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗൃഹസ്ഥിതി എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ഥിതിയാണ്. മറ്റേത് ഗൃഹസ്ഥിതി എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ഥിതി, ഗൃഹസ്ഥിതി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സ്ഥിതി. ഇനി ചിഹ്നം എന്ന് പറഞ്ഞാൽ അടയാളമാണ്. ചിഹ്നനം എന്ന് പറഞ്ഞാൽ അടയാളമിടൽ എന്നർത്ഥമാണ്. ഇനി ജാത്യന്തൻ എന്ന് പറഞ്ഞാൽ ജാതി വിചാരത്താൽ അന്ധനായിട്ടുള്ള ഒരാളാണ് ജാത്യന്തൻ എന്ന് പറയുന്നത്. ജാത്യാന്തൻ എന്ന് പറയുമ്പോൾ ജന്മനാ കാഴ്ചയില്ലാത്തവൻ എന്നാണ് അർത്ഥം. ഓക്കെ, ചെറിയ വ്യത്യാസമുള്ളൂ, അർത്ഥം വളരെയധികം വ്യത്യാസപ്പെടുന്നുണ്ട്. ഇനി തടസ്സം എന്ന് പറഞ്ഞാൽ വിഘ്നമാണ്. തടസ്ഥം എന്ന് പറഞ്ഞാൽ കരയിൽ, തടത്തിൽ നിൽക്കുന്ന എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. തഥാ എന്ന് പറഞ്ഞാൽ അപ്പോളാണ്. തഥ എന്നാകുമ്പോൾ അപ്രകാരമാകുന്നു. ഇനി പീഡിക. അപ്പോൾ ഓക്കെ, പീഡിക എവിടെയുള്ളത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന കാര്യം കേരള പാണിനീയത്തിൻ്റെ പീഡിക അല്ലേ. അപ്പോൾ പീഡിക എന്നർത്ഥത്തിൽ മുഖവുര, ആമുഖം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്.
ഇനി അത് ഠകാരം മാറി ടകാരമായി മാറുമ്പോൾ അത് കട എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. പഠനം എന്ന് പറഞ്ഞാൽ പഠിക്കലാണ്. പാഠനം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കലാണ്. പരാതി എന്ന് പറഞ്ഞാൽ ആവലാതിയാണ്. തകാരം മാറി ദകാരമായി മാറുമ്പോൾ പരാതിയാകുമ്പോൾ അന്യൻ്റെ ദുഃഖമായിട്ട് മാറുന്നുണ്ട്. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. പരിമാണം എന്ന് പറഞ്ഞാൽ അളവാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. പരിമാണം എന്ന് പറഞ്ഞാൽ അളവാണ്. പ്രചരണം എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കലാണ്. പ്രചരണം എന്ന് പറഞ്ഞാൽ പ്രചരണം എന്ന് പറഞ്ഞാൽ പ്രചരിക്കലാണ്. പ്രചാരണം എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കലാണ്. പ്രതിപാദിക്കുക എന്ന് പറഞ്ഞാൽ വിവരിക്കുക അല്ലെങ്കിൽ പറയുക എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പകാരം മാറി വകാരമായി മാറുമ്പോൾ, പ്രതിപാദിക്കുകയായി മാറുമ്പോൾ എതിർവാദം നടത്തുക എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി പ്രതിപദം എന്ന് പറഞ്ഞാൽ പദം തോറും എന്നാണ് അർത്ഥം. പ്രതിപദം എന്നായി മാറുമ്പോൾ വഴി തോറും എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. പ്രഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവമാണ്. പ്രഭാവം എന്ന് പറഞ്ഞാൽ മഹിമ, ശോഭ എന്നർത്ഥത്തിലാണ് വരുന്നത്. ഇനി പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ തൻ്റെ ആഗ്രഹത്തിന് അന്യനിൽ നിന്ന് ഭംഗം സംഭവിക്കൽ അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധത എന്ന് പറയുമ്പോൾ അലംഘനീയമായ കർമ്മബാധ്യത പ്രതിജ്ഞ കൊണ്ട് കെട്ടപ്പെട്ട സ്ഥിതി എന്നർത്ഥത്തിൽ പ്രതിജ്ഞാബദ്ധത ഉപയോഗിക്കുന്നു. പ്രതിബദ്ധത, പ്രതിജ്ഞാബദ്ധത. ഇനി സമവായം എന്ന് പറഞ്ഞാൽ വേർപിരിയാത്ത ബന്ധം എന്നർത്ഥത്തിലാണ്. ഇനി സമന്വയം എന്ന് പറഞ്ഞാൽ കൂട്ടിയിണക്കലാണ്. സമവായ ചർച്ച എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ സമന്വയം എന്നർത്ഥത്തിൽ ഒന്ന് വേർപിരിയാത്ത ബന്ധം, മറ്റൊന്ന് കൂട്ടിയിണക്കൽ. ഇനി പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്നയാളാണ്, ഫ്രം ആണ്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാണുന്നയാളാണ് അല്ലെങ്കിൽ വ്യൂവർ എന്നർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന പ്രേക്ഷകൻ. പ്രേക്ഷകൻ ക്ഷ എന്നുള്ളത് ഷ ആകുമ്പോൾ പ്രേക്ഷകനാണ്, അത് അയക്കുന്നത് എന്നാണ് വരുന്നത്. ഇനി പ്രേക്ഷിതൻ ആകുമ്പോൾ കാണപ്പെട്ടവൻ ആണ്. പ്രേഷിതൻ ആകുമ്പോൾ അയക്കപ്പെട്ടവനാണ്. പ്രേഷണമാകുമ്പോൾ പറഞ്ഞയക്കലാണ്. സന്ദേശം എന്നർത്ഥത്തിൽ പ്രേക്ഷണമാകുമ്പോൾ അത് കാഴ്ചയാണ്. ഇനി മഹാകാവ്യം എന്ന് പറഞ്ഞാൽ വലിയ വാക്യം എന്നാണ് മഹാവാക്യം എന്ന് പറഞ്ഞാൽ വലിയ വാക്യം എന്നാണ് അർത്ഥം. മഹദ്വാക്യം എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ വാക്യം എന്നാണ് അർത്ഥം. മഹച്ഛക്തി എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ശക്തി എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ മഹാശക്തി എന്ന് പറഞ്ഞാൽ വലിയ ശക്തി എന്നാണ് അർത്ഥം. യഥ എന്ന് പറഞ്ഞാൽ എപ്പോൾ, യഥ എന്ന് പറഞ്ഞാൽ എപ്രകാരം. ലോഭം എന്ന് പറഞ്ഞാൽ കുറവ്, ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, പിശുക്ക് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ രോദനം എന്ന് പറഞ്ഞാൽ കരച്ചിൽ, ധകാരം മാറിയപ്പോൾ രോദനം മാറുമ്പോൾ തടയൽ എന്നർത്ഥത്തിലേക്ക് മാറുന്നു. ഇനി വധിക്കുക എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം. ഇനി വധിക്കുക എന്നാകുമ്പോൾ കൊല്ലുക എന്നാകുന്നു, ധകാരം മാറുന്നുണ്ട്. ഇനി വയസ്സൻ നമ്മൾ പറഞ്ഞു, വയസ്സിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിരോധാഭാസം എന്ന് പറയുമ്പോൾ പൊരുത്തക്കേടുണ്ടെന്നൊരു തോന്നൽ ആണ്. അതേപോലെ തന്നെ വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ അത് പൊരുത്തക്കേടാണ്. ഇനി വിവക്ഷ എന്ന് പറയുമ്പോൾ പറയാനുള്ള ആഗ്രഹമാണ്. വിവക്ഷിതം ആകുമ്പോൾ അത് പറയാൻ ആഗ്രഹിച്ചത് എന്നായി മാറുന്നു. ഇനി വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ വിശ്വാസമുള്ളവൻ, അത് തകാരം ശ്രദ്ധിക്കുക മാറിയിട്ടുണ്ട്. വിശ്വസ്തൻ ആകുമ്പോൾ വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ആകുന്നു. സ്ഥായും വ്യത്യാസമുണ്ട്. ശ്രവ്യം എന്ന് പറഞ്ഞാൽ കേൾക്കാത്തത്, ശ്രാവ്യം എന്ന് പറഞ്ഞാൽ ശ്രവിക്കേണ്ടത് എന്നുള്ളത് മുന്നേ സൂചിപ്പിച്ചു. ഇനി ഷഷ്ടി എന്ന് പറഞ്ഞാൽ 6 ഷഷ്ടി ഡകാരം മാറിയിട്ടുണ്ട്. ഷഷ്ടി ആകുമ്പോൾ 60. ഇനി സംഭവ്യം എന്ന് പറഞ്ഞാൽ സംഭവിക്കാവുന്നത്. സംഭാവ്യം എന്ന് പറഞ്ഞാൽ സംഭവിച്ചേ തീരൂ എന്നുള്ളതാണ്. ഇനി അടുത്ത വാക്ക് സംഘം എന്നുള്ളത് ചേർച്ച എന്നുള്ളതാണ്. സംഘം എന്നുള്ളത് കൂട്ടം എന്നാണ്, ഗകാരം മാറിയിട്ടുണ്ട്. ഇനി സർവദ എന്നുള്ളത് എല്ലായ്പ്പോഴും, സർവദ എന്നുള്ളത് എല്ലാ വിധത്തിലും മുന്നേ സൂചിപ്പിച്ചു. ഇനി സന്താനം എന്നുള്ളത് മക്കൾ. സന്താനം നായും ധായും ചേർന്ന് എന്താ വരുമ്പോൾ സന്താനം എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കൽ. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യം. സ്വാരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗം. ഇത്രയും വാക്കുകളാണ് നമ്മളിവിടെ അർത്ഥവ്യത്യാസത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. വളരെ വളരെ സാമ്യമുണ്ടെങ്കിൽ അർത്ഥത്തിൽ വളരെ വ്യത്യാസം ഉണ്ട്. ഉച്ചാരണത്തിലൊക്കെ വളരെ പലപ്പോഴും വളരെ സാമ്യം, ഒരേ വാക്കാണല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകുന്ന വാക്കുകളാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് മാർക്ക് പോവാനും ശ്രദ്ധിച്ച് പഠിച്ചാൽ മാർക്ക് കിട്ടാനും സാധ്യതയുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പരീക്ഷകൾ എഴുതാൻ പറ്റട്ടെ. നന്ദി.